അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവര് പ്രിസ്കില്ലയും അക്വിലയും കൂടെ ഒന്നിച്ച് എഫെസോസിലെ പൗലോസ് ഇപ്പോഴെ എത്തുന്നു. അത് അവരുടെ രണ്ടാമത്തെ ഒരു മിഷനറി യാത്രയാണ്. എന്നാൽ അവിടെ കടന്നു ചെന്നു 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ എത്തി അവരെ അവിടെ വിട്ട് അവർ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അപ്പോൾ പൗലോസിന്റെ പ്രസംഗവും പഠിപ്പിക്കലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എഫെസോസുകാർ പറഞ്ഞു, കുറെ കൂടെ ഇവിടെ താമസിക്കണം, ഞങ്ങളുടെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പൗലോസ് സമ്മതിച്ചില്ല. 21-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് പറഞ്ഞ് വിട വാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. അപ്പോഴേ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വീണ്ടും കർത്താവ് എന്നെ അയച്ചാൽ ഞാൻ മടങ്ങി വരാമെന്നും പറഞ്ഞ് താന് അവിടുന്ന് യാത്ര ചെയ്ത് പോകുന്ന പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ് അതിനുശേഷം 2 വർഷത്തിന് ശേഷം വീണ്ടും എഫെസോസിലേക്ക് കടന്ന് വരികയാണ്. ഹല്ലേലൂയ. 2 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം താന് വീണ്ടും എഫെസോസിലേക്ക് കടന്നു വരുന്നു. 19-ന്റെ 1-ാം വാക്യം, അപ്പൊല്ലോസ് കൊരിന്ത്യയിലെ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ താൻ എത്തി. എന്നാൽ എത്തിക്കഴിഞ്ഞപ്പോൾ മുതൽ എന്തുവാണ് അവിടെ 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് ഒത്തിരി ഉണർവ് അവിടെ കാണുവാനായി ഇടയായിത്തീർന്നു. അനേകര് കർത്താവിനെ അറിഞ്ഞ് കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ ചില ശിഷ്യന്മാര് പൗലോസിനെ കാണുവാനായിട്ട് കടന്നു വരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് അവര് പൗലോസിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ നിങ്ങളെടുത്ത സ്നാനം ഏതാന്ന് ചോദിച്ചു. യോഹന്നാന്റെ സ്നാനമാണ് എന്ന് പറഞ്ഞു 12 പേര് അവരുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് അവിടെ ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാല് അവരെ സ്നാനപ്പെടുത്തി അതിനുശേഷം അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതുമാത്രമല്ല, അവർ പ്രവചിക്കുവാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് കാണാം ആ എഫെസോസിലേക്ക് താൻ കാല് കുത്തിയപ്പോൾ തന്നെ എന്തുവാണ് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ദൈവം ഒരാളെ എവിടെയെങ്കിലും അയക്കുമ്പോൾ എന്താണ് കളം ഒരുക്കിയിട്ടായിരിക്കും കർത്താവ് അയക്കുന്നത്. ഹല്ലേലൂയ. മുന്നമേ കർത്താവ് ഹല്ലേലൂയ ചിലതൊക്കെ ഒരുക്കിയായിരിക്കും കർത്താവ് ചില ദൈവത്തിന്റെ ദാസന്മാരെ അയക്കുന്നത് എന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു.